അതിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. ആമുഖമായി ഞാനൊരു കാര്യം പറയണം. ഇന്ന് ലോകം മുഴുവൻ സമ്മതിച്ചു ലോകാവസാനം ഉണ്ട്. എന്നാണിത് എന്ന കാര്യത്തിലേ ഇനി സംശയമുള്ളൂ. അങ്ങനെ ഒരു കാലത്ത് ആ ലോകാവസാനം നടക്കുക എന്ന് പരിശുദ്ധ ഖുർആനിൽ ഖലല്ലാഹു അസ്സ വജൽ വയൻദുറൂന ഇല്ലാ സൈഹതൻ വാഹിദ തൗഖുദുഹും വഹും യഖസ്സിമൂൻ. എത്ര വ്യക്തമാണ് ആയത്ത്. വയൻദുറൂന ഇല്ലാ സൈഹതൻ വാഹിദ തൗഖുദുഹും വഹും യഖസ്സിമൂൻ. ലോകാവസാനം എന്നാണ് എന്ന കാര്യത്തിൽ ലോകം തർക്കിച്ചുകൊണ്ടിരിക്കും. ലോകം അവസാനിക്കുന്നുള്ള കാര്യത്തിൽ തർക്കമല്ല, അത് കഴിഞ്ഞു. ലോകം സമ്മതിച്ചു ലോകം അവസാനിക്കും. ഇനി എന്ന് എന്ന കാര്യത്തിൽ, ഡേറ്റിന്റെ കാര്യത്തിൽ അവർ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വയൻദുറൂന ഇല്ലാ സൈഹതൻ വാഹിദ, അവരെ ആകമാനം പിടികൂടുന്ന ഒരു ഘോരമായ ശബ്ദം, അതോടുകൂടെ ലോകമന്ന് തകർന്നു പോകുമെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖലല്ലാഹു അസ്സ വജൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകാവസാനം എന്നാണ് എന്നാ ലോകത്തോട് പറഞ്ഞത്. അതാ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. 2007 ലോകം അവസാനിക്കുമെന്ന് ഇതിനു മുമ്പ് ചില ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരുന്നു. പക്ഷെ 2007 ലോകം അവസാനിച്ചില്ല. ഇപ്പൊ പറയുന്നത് ചില ആളുകൾ 2012 ഡിസംബർ 21 ലോകം അവസാനിക്കുമെന്നാണ്. അവസാനിക്കുമോ പറയാൻ ഈ ചർച്ച നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ നാളെ ഇത് കഴിയുമ്പോഴേ നമുക്കതിനൊരു ടോട്ടൽ ചെയ്ത് ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. റസൂലുള്ള പറഞ്ഞതെന്താണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബത്തിനെ ഇങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നതാ വളരെ വിദൂരതയിൽ നിന്നൊരാൾ നടന്നു വരുന്നു. അയാൾ അങ്ങനെ നടന്നു വന്നു. വെള്ള വസ്ത്രം ധരിച്ചയാളാണ്. അയാൾ നടന്നു വന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന സദസ്സിന്റെ പിൻഭാഗത്ത് വന്നു. അള്ളാഹുവിന്റെ റസൂലിനും ആ സദസ്സിനും സലാം ചൊല്ലി. റസൂലുള്ള സലാം മടക്കി. ആഗതൻ കിടക്കാൻ സമ്മതം ചോദിച്ചു. റസൂലുള്ള സമ്മതം കൊടുത്തു. അയാൾ സദസ്സിലൂടെ കടന്നു വരുന്നു. നേരെ ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നു. ഫാസ്നദ റുക്ബതൈഹി ഇലാ റുക്ബതൈ, തന്റെ കാലിന്റെ മുട്ട് റസൂലുള്ളാഹിന്റെ മുട്ടോട് ചേർത്ത് വെച്ചു. വവലഅ കഫൈഹി അലാ ഫഖദൈ, തന്റെ രണ്ട് കൈയും റസൂലുള്ളാഹിന്റെ തുടയിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ കാലിന്റെ തുടയിൽ ഇടിച്ചുകൊണ്ട് ഇയാൾ ഓരോ ചോദ്യം ചോദിക്കുകയാണ്. സ്വഹാബത്ത് ഇതൊക്കെ കണ്ടു നിൽക്കുകയാണ്. ഇയാൾ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം അള്ളാഹുവിന്റെ ഹബീബ് എന്താണ് ഈമാൻ? റസൂലുള്ള ഈമാനിന്റെ 6 കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. അയാൾ ഇത് കേട്ടപാട് അദ്ദേഹം പറഞ്ഞു, സ്വദഖത, അങ്ങ് പറഞ്ഞത് സത്യമാണ് നബിയെ. സ്വഹാബത്ത് അത്ഭുതപ്പെട്ടു പോയി. സ്വഹാബത്ത് ചിന്തിച്ചു, അറിയാത്തവരെ പോലെ ഇയാൾ ചോദിക്കുന്നു. റസൂലുള്ള ഉത്തരം പറഞ്ഞു കഴിയുമ്പോ അറിയുന്നയാളെ പോലെ അങ്ങ് പറഞ്ഞത് ശരിയാണെന്ന് പറയുകയും ചെയ്യുന്നു. രണ്ടാമത് ഇയാൾ ചോദിക്കുന്നു, ഇസ്ലാം, നബിയെ എന്താണ് ഇസ്ലാം എന്ന് ചോദിച്ചു. റസൂലുള്ള ഇസ്ലാം കാര്യങ്ങൾ 5 പറഞ്ഞു കൊടുത്തു. മൂന്നാമത് ഇയാൾ ചോദിക്കുന്നു, വമൽ ഇഹ്സാൻ, നബി എന്താണ് ഇഹ്സാൻ എന്ന് ചോദിച്ചു. റസൂലുള്ള പറഞ്ഞു കൊടുത്തു, അൻ തഅബുദല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്, നീ അല്ലാഹുവിനെ കാണുന്നുണ്ടെന്ന വിചാരത്തോടുകൂടെ നീ റബ്ബിനെ ആരാധിക്കലാണ്. അല്ലാഹുവിനെ നീ കാണുന്നില്ല എങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇതാണ് ഇഹ്സാൻ എന്ന് റസൂലുള്ള പറഞ്ഞു കൊടുത്തു. ഉടനെ അതാ ആഗതനായ ആളുടെ ചോദ്യം, വമതസ്സാഅതു യാ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങയടക്കമുള്ള എല്ലാ പ്രവാചകന്മാരും ലോകത്തോട് പറഞ്ഞ വിഷയമാണല്ലോ ലോകാവസാനം. എപ്പോഴാണ് നബി അതുണ്ടാവുക എന്നങ്ങ് പറഞ്ഞു തരണം എന്ന് റസൂലുള്ളാഹിനോട് ആഗതൻ ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മൽ മസ്ഊലു അൻഹാ ബിഅലമ മിനസ്സാഇൽ, ചോദിക്കപ്പെട്ട എനിക്ക് ചോദിച്ച നിങ്ങളെക്കാൾ ഈ വിഷയത്തിൽ കൂടുതൽ വിജ്ഞാനമില്ല ജിബ്രീൽ, കൂടുതൽ വിജ്ഞാനമില്ല. ഉടനെ തന്നെ അത് ആഗതനായ ആൾ ഹബീബായി നബിയോട് ചോദിക്കുകയാണ്, എന്നാണ് അതിന്റെ ഡേറ്റ് എന്ന് കൃത്യമായി അങ്ങേക്ക് പറയാൻ കഴിയില്ലെങ്കിലും അത് സംഭവിക്കാൻ പോകുന്നതിന്റെ മുമ്പായി ലോകത്തുണ്ടാകാൻ പോകുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തരാമോ? ഹബീബായി നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആഗതനായ ആള് ചോദിക്കുകയാണ്, എന്നാണ് അതിന്റെ ഡേറ്റ് അങ്ങേക്ക് പറഞ്ഞു തരാൻ കഴിയില്ലെങ്കിൽ അത് സംഭവിക്കുന്നതിന് തൊട്ടു മുമ്പായി ലോകത്തുണ്ടാകുന്ന അടയാളങ്ങളൊന്ന് പറഞ്ഞു തരാമോ? ഉദാഹരണത്തിന് ഈ പ്രഭാഷണം നടക്കാൻ പോകുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലായതപ്പെടാം. ഇശാ നമസ്കാരം ഇവിടെ വെച്ച് അനൗൺസ്മെന്റ് ഉണ്ടായി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി അത് കഴിഞ്ഞ് മൗലായ ചെല്ലാൻ തുടങ്ങി, ബെയ്ത്തു ചെല്ലാൻ തുടങ്ങിയപ്പോ നിങ്ങൾക്ക് മനസ്സിലായി വാലിന്റെ സമയം അടുത്തിട്ടുണ്ട്, ഉസ്താദ് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലായി. സ്റ്റേജ് ഇവിടെ കെട്ടിയിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുമ്പേ. ഇന്നിവിടെ വാല് നടക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് ഇവിടെ ബെയ്ത്തു ചെല്ലാൻ തുടങ്ങിയപ്പോഴാ, ദുആ തുടങ്ങിയപ്പോ നിങ്ങൾക്ക് മനസ്സിലായി ഇനി നേരെ വാല് ആരംഭിക്കാനായി. സ്വാഗതം കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായി ഇനിയൊരു പക്ഷേ ഒരു ഉദ്ഘാടനവും കൂടെ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ വാലിന്റെ സമാരംഭം തന്നെയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഈ ആള് ചോദിക്കുന്നത് നബിയേ, ഖിയാമത്ത് നാൾ ഉണ്ടാകുന്നതിന് മുമ്പ് ലോകത്തുണ്ടാകുന്ന അടയാളമെന്ന് പറഞ്ഞു തരാമോ? മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു കൊടുക്കുകയാണ്. ശ്രദ്ധിച്ചോളൂ, ഞാൻ ഈ വിഷയം പറയുമ്പോൾ കയ്യിന്റെ വിരലിൽ നിങ്ങൾ ഓരോ കാര്യവും എണ്ണം പിടിക്കണം. ഈ പറഞ്ഞതിൽ പറയാൻ പോകുന്നതിൽ എന്താണ് സംഭവിക്കാത്തത് എന്ന് നിങ്ങളൊരു വിചിന്തനം നടത്തണം. സംഭവിക്കാൻ വല്ലതും ബാക്കിയുണ്ടോ എന്നൊരു വിചിന്തനം നടത്തണം. എന്റെ സഹോദര, ഖിയാമത്ത് നാൾ തൊട്ടടുത്തെത്തി നിൽക്കുന്നുവെന്ന സൂചന പ്രപഞ്ചം നൽകാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഇപ്പോൾ വളരെ പെട്ടെന്ന് പ്രപഞ്ചം വീണ്ടും ശക്തമായി നമ്മളെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഭയപ്പെട്ടോളൂ, റബ്ബിലേക്ക് തിരിച്ചു പോയിക്കോളൂ എന്റെ സഹോദര. അത് മാത്രമാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗതനായ ആൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അൻതലിദല്ലമതു റബ്ബതഹാ വഅൻതറൽ ഹുഫാത്തൽ വറാത്തൽ ആലത റിയാശാഇ യതതാവലൂന ഫിൽ ബുന്യാൻ. അൻതലിദല്ലമതു റബ്ബതഹാ, അടിമ സ്ത്രീ യജമാനനെ പ്രസവിക്കലാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. അടിമ സ്ത്രീ തന്റെ യജമാനനെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മഹാന്മാരായ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നു. പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാനം പറഞ്ഞു തരാം ഞാനിവിടെ. മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്, അടിമ സ്ത്രീ യജമാനനെ പ്രസവിക്കുക എന്നതിന്റെ അർത്ഥം മാതാപിതാക്കൾ മക്കളാൽ അടിച്ചമർത്തപ്പെടുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരുമെന്നാണ് അതിന്റെ അർത്ഥമെന്ന് മഹാന്മാരായ ആലിമീങ്ങൾ വ്യാഖ്യാനിക്കുക. അതായത് മാതാപിതാക്കൾ മക്കൾക്കനുസൃതമായി നിൽക്കുകയും ജീവിക്കുകയും ചെയ്യേണ്ട ഒരു കാലം വരും എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി. നിങ്ങൾ ഈ വാർത്ത അറിഞ്ഞോന്നറിയില്ല. രണ്ടാഴ്ച മുമ്പ് കണ്ണൂർ ജില്ലയിൽ കേവലം 9 വയസ്സുള്ളൊരു കുട്ടി തൂങ്ങി മരിച്ചു. കേവലം 9 വയസ്സുള്ളൊരു കുട്ടി വീടിൻ്റെ അകത്ത് റൂമിൽ കയറിയിട്ട് റൂമിൽ നിന്ന് തുണിയെടുത്ത് ജനൽ കമ്പികളിൽ കുറുക്കിയിട്ട് തൂങ്ങി മരിച്ചു. കേസ് നടക്കുകയാണ്. എന്തായിരുന്നു കാരണം? വാപ്പ അവന്റെ അനുജന്റെ ഇവന്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈലിന് അനുജൻ കരഞ്ഞപ്പോൾ വാപ്പ അത് കൊടുക്കാൻ പറഞ്ഞു. അവൻ കൊടുക്കാൻ കൂട്ടാക്കിയില്ല. ഇവന്റെ കയ്യിൽ നിന്ന് മൊബൈൽ പിടിച്ചു വാങ്ങി അവനെ 2 അടി കൊടുത്തു. ഇവൻ ചെയ്തത്, എന്നിട്ട് മൊബൈൽ അനുജന് കൊടുത്തു. ഇവൻ ചെയ്തത് എന്താ പറയുക, നേരെ റൂമിൽ കയറി കുറ്റിയിട്ടു. പ്രതികാരം തീർക്കാൻ ഒരു കഷ്ണം തുണി അവന് ചെലവഴിച്ചു. വാപ്പ എന്തോ കുറ്റക്കാരനാ? വാപ്പ ഇന്ന് ഈ വിഷയത്തിൽ വിചാരണ നേരിടുകയാണ്. മക്കളാൽ മാതാപിതാക്കൾ അടിച്ചമർത്തപ്പെടുന്ന കാലഘട്ടമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കൾക്കനുസരിച്ച് ഉമ്മയും ഉപ്പയും നിൽക്കേണ്ട ഒരു കാലം വരും. ആ കാലമാണോ ഇത്? ചിന്തിച്ചു നോക്കൂ. എന്നാൽ ഖിയാമത്ത് നാൾ അടുത്തെത്തിയിട്ടുണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. ഏത് കാലഘട്ടത്തിലാ റസൂലുള്ളാഹി ഇത് പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അന്ന് ഹബീബായി നബി ഒരിക്കൽ സഹാബത്തിനോട് പറഞ്ഞു, സഹാബാ, നിങ്ങളാരും നിങ്ങളുടെ മാതാപിതാക്കളെ ചീത്ത വിളിക്കരുത് സഹാബാ. ഇത് കേട്ടപ്പോൾ സഹാബത്താകെ അത്ഭുതപ്പെട്ടു. സഹാബത്ത് ചോദിച്ചു, നബിയേ, ഞങ്ങളുടെ സ്വന്തം പിതാവിനെ ചീത്ത വിളിക്കുകയോ? 10 മാസം ഗർഭം ചുമന്ന വേദനകളും യാതനകളും സഹിച്ച് ഞങ്ങളെ പ്രസവിച്ച മാതാവിനെ ഞങ്ങൾ വേദനിപ്പിക്കുകയോ നബിയേ? ഞങ്ങൾക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല.
ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കാൻ പ്രയാസപ്പെട്ടു. ഹബീബായ നബി അവരോട് പറഞ്ഞു, സ്വഹാബ, നിങ്ങളാരും നിങ്ങളുടെ മാതാപിതാക്കളെ ചീത്ത വിളിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങളാരും നിങ്ങളുടെ സഹോദരങ്ങളുടെ മാതാപിതാക്കളെ ചീത്ത വിളിക്കരുത്.